സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാഷ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മദത്തം തത്താവത്മാതിസാക്ഷാത് ഗുരുഭവനപുരേ ഹന്തഭാഗ്യം ജനാനാം. നമസ്കാരം. സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് നാരായണീയത്തിൽ കംസൻ ദേവകിയുടെ 8ാമത്തെ പുത്രനാൽ വധിക്കപ്പെടുമെന്ന അശരീരി കേട്ട് അപ്പം തന്നെ ദേവകിയെ കൊല്ലാൻ നോക്കുന്നു. വസുദേവര് ആത്മചാർപ്പണഗിര, മക്കളെ കൊടുക്കാം, കുട്ടികളെ കൊന്നോളാൻ വേണ്ടിയിട്ടോ എന്തു വേണമെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് ആ കുട്ടികളെ തരാം. ആത്മചാർപ്പണഗിര, ആത്മജന്മാരെ അർപ്പിക്കാം എന്ന വാക്കിനാൽ പ്രീതനായിട്ട് കംസൻ തൽക്കാലം ദേവകിയെ വധിക്കുന്നത് ഒഴിവാക്കി. ദേവകി വധിക്കും എന്നല്ലല്ലോ അശരീരി, കുട്ടികൾ വധിക്കുന്നതാണ്. അപ്പോൾ എന്തിനാണ് ദേവകിയെ കൊല്ലുന്നത് എന്ന ചോദ്യം തൽക്കാലം ഫലിച്ചു. ആദ്യം തൊൽസഹജം, ആദ്യമായിട്ടുള്ള കീർത്തിമാൻ എന്ന പുത്രൻ ഭഗവാന്റെ സഹോദരനെ കംസൻ വെറുതെ വിട്ടു. 8ാമത്തെ കുട്ടിയല്ലേ വധിക്കുക, എന്തിനാണപ്പോൾ വെറുതെ അതുവരെയുള്ള കുട്ടികളെ കൊല്ലുന്നത്? ഇനി അടുത്ത് താവത്വൻ മനസ്സേവ നാരദമുനി പ്രോചേസഭോജേശ്വരം യൂയം നന്നസുരാസുരാച്ചയതവോ ജാനാസി കിന്ന പ്രഭോ മായാവീസഹരി ഭവത് വധകൃതേ. ഭവത് വധ എന്നാണ്, ഭവത് പ്ലസ് വധം കൂടി ചേരുമ്പോൾ ഭവത് വധ, ദ്വധ, ഭവത് പ്ലസ് വധാണ്. ഭവത് വധകൃതേ ഭാവി സുരപ്രാർത്ഥനാദിത്യാകർണേ ദൂനദൂതുനദസൗ ശൗരേക്ഷസൂനൂനഖൻ. വാക്കുകൾ ഇത്യാകർണ്യ യദൂനദൂതുനദസൗ യദൂൻ അതൂതുനദസൗ താവൻ ത്വൻ മനസൈവ നാരദമുനി. ഈ സമയത്ത് നാരദ മഹർഷി ഏഷണി കൂട്ടി, ഈ കുട്ടികളെയൊക്കെ ഇപ്പോൾ ഇവിടെ കൊല്ലാതെ വിട്ടാൽ ശരിയാവില്ല, കൊല്ലണം. അതിനെന്താ മാർഗം? അവിടുത്തെ അന്തർഗതമനുസരിച്ചിട്ടാണ് എന്ന് പറഞ്ഞിരിക്കണു. ത്വൻ മനസൈവ, ആരാ നാരദനെ പ്രേരിപ്പിച്ചത് എന്നാണെങ്കിൽ അല്ലേ ഗുരുവായൂരപ്പ അങ്ങ് തന്നെയാണ്. സർവം ഭവപ്രേരണ ഏവ ഭൂമൻ. ഭഗവാൻ പ്രേരിപ്പിക്കാതെ ഇവിടെ എന്തെങ്കിലും ഉണ്ടോ? നടക്കുമോ? ഇതുവരെ നടന്നിട്ടില്ല, നടക്കൂല. ഇപ്പം നടക്കണതും ഭഗവത് പ്രേരണ തന്നെ. പ്രോചേസ ഭോജേശ്വരം, ഭോജേശ്വരൻ കംസൻ, ഭോജരാജത്തിൻ്റെ അധിപനാണ് ഭോജേശ്വരൻ കംസൻ. പ്രോചേ പറഞ്ഞു, പ്രകാരം പറഞ്ഞു. വാച, അതിന് വേറൊരു വാക്കാണ് പ്രോചേ. നാരദമുനി പറഞ്ഞത് യൂയം നന്ന സുരാചേതവോ, അല്ലയോ കംസ രാജൻ, നിങ്ങളൊക്കെ കഴിഞ്ഞ ജന്മത്തിൽ അസുരന്മാരായിരുന്നു, എന്നിട്ടാണ് ഈ ജന്മം രാജാവായിട്ട് ഭൂമിയിൽ ജനിച്ചത്. അതറിയില്ലേ? സുരാശ്ച യദവോ, യദുക്കളോ ദേവന്മാരുമാണ്. ദേവന്മാരാണ് യദുക്കളായിട്ട്. അപ്പോൾ നിങ്ങൾ തമ്മിൽ ശാശ്വതമായ ശത്രുതയുണ്ട്. ദേവന്മാരും അസുരന്മാരും തമ്മിൽ ശത്രുതയുണ്ട്. ജാനാസി കിന്ന പ്രഭോ, ഇത് അങ്ങേക്ക് അറിവുള്ളതല്ലേ എന്ന് ചോദിക്കുകയാണ്. അങ്ങേക്ക് എന്താ ഇത് അറിയാതെ പോയോ? എന്നാൽ അങ്ങനെ വേണ്ട, ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങൾ ശത്രുക്കളാണ്. യദുക്കളായിട്ടുള്ള കൃഷ്ണവംശജരെല്ലാം ദേവാംശവും നിങ്ങൾ അസുരാംശരും ആണ്. മായാവീസകരിർ ഭവത് വധകൃതേ, ഭഗവാൻ വിഷ്ണുവിൻ്റെ കയ്യിലില്ലാത്ത മായയൊന്നുമില്ല. അത്രയധികം മായാവിയ സൂത്രകാരനാണ്. അപ്പോൾ മായാവിയായിട്ടുള്ള വിഷ്ണു അങ്ങയെ കൊല്ലാൻ, കംസരാജാവിനെ കൊല്ലാൻ ഭാവി സുരപ്രാർത്ഥന, അത് ദേവന്മാരുടെ പ്രാർത്ഥന കൊണ്ട് ഇവിടെ അവതരിച്ചിരിക്കുകയാണ്. മായാവീസകരി സുരപ്രാർത്ഥന ഭവത് വധകൃതേ ഭാവി, അങ്ങയെ കൊല്ലാൻ വേണ്ടിയിട്ട് ഇവിടെ വരും എന്നുള്ളത് തീർച്ചയാണ്. മായാവിയായിട്ടുള്ള വിഷ്ണു അങ്ങയെ കൊല്ലാൻ തക്കം നോക്കി നടക്കുകയാണ്.
ഈ എട്ടാമത്തെ 8 കുട്ടിപുത്രന്മാരിൽ ഏതായിരിക്കും ആ വിഷ്ണു എന്ന് എങ്ങനെ പറയാൻ പറ്റും? മായാവീസകരി ഭവത് വധകൃതേ ഭാവി സുരപ്രാർത്ഥനാദിത്യാകർണ യദൂന ദൂതുനദസൗ യദൂൻ അദൂതുനത് യദൂൻ യദുക്കളെ കംസൻ യാദവന്മാരെ എല്ലാം ഇട്ട് വിറപ്പിക്കുകയും ദേഷ്യം വന്നു, ശത്രുത മനസ്സിലിങ്ങോട്ട് വന്നു വരുത്തി. നാരദൻ്റെ ലക്ഷ്യം അതാണല്ലോ. പിന്നെ എന്തുണ്ടായി? യദുക്കളെ ഉപദ്രവിക്കുക, വസുദേവരെ ഉപദ്രവിക്കുക, ദേവകിയെ ഉപദ്രവിക്കുക, അവരുടെ വംശത്തെ മുഴുവൻ ഉപദ്രവിക്കുക. യദുക്കളെ അദൂതുനത്ത് അദൂതുനത്ത് വിറപ്പിച്ചു, ഭയപ്പെടുത്തി എന്നർത്ഥം. യദൂൻ അദൂതുനദസൗ യദൂൻ അദൂതുനത്ത് എന്ന് പറഞ്ഞാൽ വിറപ്പിച്ചു. ആരെ? യദൂൻ അദൂതുനത്ത് പിന്നെ അസൗ എന്നാണ്. അസൗ ഈ കംസൻ അഹഞ്ച വസുദേവരുടെ കുട്ടികളെ ഹനിക്കുകയും ചെയ്തു. കൊല്ലാതെ വിട്ടിട്ടുള്ള 1, 2 മുതലായിട്ടുള്ള കുട്ടികളെ അകത്തെ കീർത്തിമാനെയാണ് വെറുതെ വിട്ടത്. പേരിട്ടിരുന്നു കീർത്തിമാൻ, ഒരു ഓർമ്മയ്ക്ക് പേരെങ്കിലും കിടക്കട്ടെ എന്ന് വിചാരിച്ചു. ശൗരേശ്ച സൂനു ശൗരിയുടെ സൂനുവിനെ അഹൻ വധിക്കുകയും ചെയ്തു. ഇതെല്ലാം കേട്ടിട്ട് അസൗ കംസൻ കർത്താവ് ലാസ്റ്റിലാണ് കൊണ്ടുവച്ചിരിക്കണം. അസൗ യദൂൻ അദൂതുനത് പ്ലസ് അസൗ യദൂൻ അദൂതുനദസൗ യദൂൻ അദൂതുനദസൗ. കുറച്ച് ശ്രദ്ധിച്ച് വായിക്കേണ്ട ഒരു ഘട്ടമാണ് അവിടെ വാക്ക്. പിരിച്ചാവേമസ യദുക്കളെ, അദൂതുനത് ഭയപ്പെടുത്തി, അസൗ അദൂതുനത് അസൗ 3 ഉണ്ട്. യദൂൻ അദൂതുനദ് അസൗ. ഒന്നും കൂടി. യദൂൻ അദൂതുനദസൗ യദൂൻ അദൂതുനത് പ്ലസ് അസൗ അദൂതുനത് പ്ലസ് അസൗ അവൻ കംസൻ. യദൂൻ അദൂതുനത് പ്ലസ് അസൗ യദൂൻ അദൂതുനത് പ്ലസ് അസൗ. അപ്പം എന്തായി? യദൂൻ അദൂതുനദസൗ യദൂൻ അദൂതുനദസൗ. എന്തിനാ ഒരു പ്രാവശ്യം പറയണമെന്ന് വെച്ചാൽ അല്ലെങ്കിൽ അക്ഷരം അവിടെ വായിക്കുമ്പോൾ തെറ്റും, അതുകൊണ്ടാണ്. യദൂൻ അദൂതുനദ് അസൗ അദൂതുനത് പ്ലസ് അസൗ ആണ് അദൂതുനദസൗ. യദൂൻ അദൂതുനദസൗ ശൗരേശ്ച സൂനൂനഹൻ. ശൗരിയുടെ വസുദേവരുടെ കുട്ടികളെ വധിച്ചു. എല്ലാ കുട്ടികളെയും 1, 2, 3. കാരണം ഏതാണ് 8, അതിലേത് കുട്ടിയായിട്ടാണ് വിഷ്ണു വരിക എന്ന് ഉറപ്പിക്കാൻ പറ്റില്ല. ഇത് നാരദൻ കുറച്ച് ആശയക്കുഴപ്പമുണ്ടാക്കുകയും ചെയ്തു. അതെന്താ കാരണം? 8ാമത്തെ എന്ന് പറയുമ്പോൾ 8ാമത്തെ തന്നെയല്ലേ 8ാമത്തെ ആവുക? 7ാമത്തെ 8ാമതാവും, 9ാമത്തെ 8ാമതാവും. അതിന് ഇവിടെ ന്യായം വേറൊന്നുമല്ല. കുറച്ചായിട്ടുള്ള പ്രസവം ഉണ്ടാവുമ്പോൾ അതിലത്തെ ഒരെണ്ണം പ്രസവിക്കാതെ പോയി എന്ന് വരാം. അത് കൂട്ടില്ല. ഇവിടെ അത് ഉണ്ടാവണമുണ്ട്. ബലരാമൻ 7ാമത് ഗർഭത്തിൽ പ്രവേശിച്ചിട്ട് കാണാനില്ലാണ്ടാവുകയാണ്, പ്രസവിക്കണില്ല. ആ ബലരാമൻ്റെ ഗർഭത്തെ ഗോകുലത്തിൽ രോഹിണിയുടെ ഗർഭത്തിലേക്ക് മാറ്റുകയാണല്ലോ യോഗമായാദേവിയുടെ സഹായത്താൽ. അപ്പോൾ ഇതിപ്പോൾ പ്രസവിച്ചില്ലേ എന്ന ആൾക്കാരുടെ ഇടയിൽ ആശങ്ക. എന്തേ ദേവിയുടെ 7ാമത്തെ ഗർഭത്തിന് സംഭവിച്ചത്? അപ്പോൾ അത് കൂട്ടിയിട്ടാണെങ്കിൽ അടുത്തത് 8ആണ്. അത് കൂട്ടിയിട്ടില്ല ശാലോ, അടുത്തത് 7 ആവുള്ളൂ. അല്ലേ? ഈ മാറ്റപ്പെട്ടത് കൂട്ടിയില്ലെങ്കിൽ അടുത്തത് 7 ആവുള്ളൂ. കൂട്ടിയാലോ അടുത്തത് 8 ആവും. അല്ലേ? അപ്പോൾ ആ ഒരെണ്ണം ഏതിൽ പെടുത്തും? അത്
അശരീരി ശരിക്കും ആശയക്കുഴപ്പമുണ്ടാക്കണ വാക്കാണ്. വ്യാസൻ വക്കീൽ ഭാഗം കൂടി പഠിച്ചിട്ടുണ്ടെന്നാണ് തോന്നണം. കാരണം ദേവക്യാമഷ്ടമോ ഗർഭോ എന്നാണ്. ദേവകിയുടെ 8ാമത്തെ പുത്രൻ എന്ന് പറഞ്ഞില്ല, പുത്രി എന്ന് പറഞ്ഞില്ല. ഗർഭം എന്ന് പറഞ്ഞ ആശയക്കുഴപ്പം ഉണ്ടാക്കി വെച്ചു. ആശയക്കുഴപ്പം ഉണ്ടാക്കി വെച്ചു എന്ന് പറഞ്ഞാൽ 8ാമത്തെ ഗർഭം കൊല്ലുകയും ചെയ്യാം, 8ാമത്തെ ഗർഭം അതിൽ കൂട്ടാതെ വേണച്ചാൽ ഇരിക്കുകയും ചെയ്യാം. അസ്യാർത്ഥം അഷ്ടമോ ഗർഭോ അതിദുഷ്ടമട്ടമ സുതോ എന്ന് നാരായണീയത്തിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. സുതൻ എന്ന് നാരായണീയത്തിലേ പറഞ്ഞിട്ടുള്ളൂ. ഭാഗവതത്തിൽ അഷ്ടമോ ഗർഭോ എന്നാണ് വാക്ക്. ആ ഗർഭോ എന്നുള്ള വാക്ക് തന്നെ ശരി, സ്വദേശ. പിടികിട്ടരുത് അത് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന് പോലും ആശയക്കുഴപ്പമുണ്ടാക്കി. കണ്ടത് ആ പെൺകുട്ടിയാണ്, അടിക്കാൻ വേണ്ടി ആകാശത്തേക്ക് ഉയർത്തപ്പോൾ കണ്ടത് ദേവി പെൺകുട്ടിയാണ്. പെൺകുട്ടി കൊല്ലുന്നതിന് വിരോധമില്ലല്ലോ, കാരണം അഷ്ടമോ ഗർഭോ എന്നാണ് അശരീരി. കംസൻ ഒരുപാട് ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന വിധത്തിലാണ് അശരീരി. അത് തന്നെ ആയിരിക്കുമോ കൊല്ലുക? അതെങ്ങനെയാണ് വരിക? ഇതാവാനും വഴിയില്ല, അതാവാതിരിക്കാനും വഴിയില്ല. അപ്പോൾ അവിടെ അഷ്ടമോ ഗർഭോ എന്ന് ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്നു. ഭാഗവതമാണല്ലോ പ്രമാണം. അപ്പം അത് ഏതിൽ പെടുത്തും? അതുകൊണ്ട് കംസരാജാവ് ഏതാണ് 8 എന്ന് സംശയം ഉണ്ട്. സംശയാസ്പദമായ സാഹചര്യമാണ്. ഇതാണ് നാരദൻ പറഞ്ഞത്. 8ാമത്തെ ഏത് എന്നാണ് പ്രശ്നം. ഈ പോയ ഗർഭം കൂട്ടിയാൽ ശരിക്കും 8ാമത്തെയാണ് 8. കൂട്ടാഞ്ഞാലോ അതിൻ്റെ അടുത്തതല്ലേ 8ആവുള്ളൂ. ഇങ്ങനെയൊരു പ്രശ്നം ഇവിടെ ഉണ്ട്. അതുകൊണ്ട് അങ്ങ് ജാഗരൂകനായിട്ടിരിക്കണം. ഇത് പറഞ്ഞപ്പോഴാണ് എല്ലാ കുട്ടികളെയും കൊല്ലാൻ തീരുമാനിച്ചത്. ഇത്യാകരണ്യ ഇപ്രകാരം കേട്ടിട്ട് യദൂന ദൂതുനദസോ യദൂൻ അദൂതുനത് അദൂതുനത് എന്നാണ് വാക്ക്. യദൂൻ അദൂതുനത് അസൗ യദൂൻ അദൂതുനത് അസൗ ശൗരേശ്ച സൂനൂനകൻ. ശൗരിയുടെ കുട്ടികളെ, വസുദേവരുടെ കുട്ടികളെ മുഴുവനും വധിച്ചു. അങ്ങനെ 7ാമത് അനന്തൻ ഗർഭത്തിൽ ജനിക്കുന്നതിനെയാണ് പറയണത്. 8ാമതോ കൃഷ്ണനായിട്ടും ജനിക്കുന്ന 2 ജനനാണ് അടുത്ത ശ്ലോകം. നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.